തൃപ്പൂണിത്തുറ ചൂരക്കാട് പടക്കം ശേഖരിച്ചു വച്ച കെട്ടിടത്തിലുണ്ടായ വൻ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. തിരുവനന്തപുരം മുള്ളൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. കുട്ടികൾ ഉൾപ്പെടെ 16 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. പ്രദേശത്തെ 50-ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അനുമതിയില്ലാതെയാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതെന്ന് കളക്ടർ അറിയിച്ചു. തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി ചൂരക്കാട് പടക്കം ശേഖരിച്ച് സൂക്ഷിച്ച വീട്ടിലാണ് രാവിലെ 10:30-ഓടെ സ്ഫോടനമുണ്ടായത്. പാലക്കാട് നിന്നും കൊണ്ടുവന്ന പടക്കം ടെമ്പോ ട്രാവലറിൽ നിന്നിറക്കി അടുത്ത കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുട്ടികളടക്കം 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. സ്ഫോടനത്തിൽ പടക്കം സൂക്ഷിച്ചിരുന്ന വീട് പൂർണ്ണമായും തകർന്നു. 2 വാഹനങ്ങളും കത്തിനശിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ പ്രകമ്പനത്തിൽ പ്രദേശത്തെ 50ഓളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വീട് മൊത്തം പോയി. വീട്ടിൽ ആളുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, എൻ്റെ മോനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ചായ പിടിച്ചോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭക്ഷണം അവിടെ ഇരിക്കണതാ. അപ്പോഴാണ് ആദ്യം ചെറിയ സൗണ്ട് കിട്ടും, പിന്നത്തെ സൗണ്ട് ഭയങ്കരമായിട്ട് കിട്ടും. പിന്നെ കാരണം ചില്ല കൂടി എല്ലാം ഇടുന്നു, വാതിലൊക്കെ തെറിഞ്ഞു. മൊത്തത്തിൽ ഇതായി. പരിക്കേറ്റ അമ്മയുണ്ട്, മോനും ഉണ്ട്, ഹോസ്പിറ്റലിലാണ്. സ്ഫോടക അവശിഷ്ടങ്ങൾ 1 കിലോമീറ്റർ ദൂരം വരെ എത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയില്ലാതെയാണ് ഉത്സവത്തിനായി വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചതെന്ന് കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. വേറെ ഒരു പെർമിഷൻ ഇല്ലാതെയാണ് ഇവിടെ സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത്. സോ ആ കാര്യം നമ്മൾ ഉടനെ തന്നെ അന്വേഷിക്കും. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജും അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.